1991 ആ പീരീഡിലാണ് ഈ JRD ടാറ്റയിൽ നിന്ന് രത്തൻ ടാറ്റയിലേക്ക് ബാറ്റ് കൈമാറുന്നത്. അതുവരെ ടാറ്റ ഓർഗനൈസേഷൻസ് എല്ലാം അവർക്ക് ഒരു കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റിലുള്ള ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് അവർക്കുണ്ടായിരുന്നില്ല. ഈ രത്തൻ ടാറ്റ വന്നപ്പോൾ അവരാദ്യം ചെയ്തത് ഗ്ലോബലി കോമ്പറ്റീറ്റീവ് ആക്കുക എന്നതായിരുന്നു. അപ്പം ഗ്ലോബലി കോമ്പറ്റീറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് രത്തൻ ടാറ്റ ഒരു 2-3 കാര്യങ്ങൾ ചെയ്തു. അതിലൊന്ന് ഒരു റിട്ടയർമെൻറ്റ് പോളിസി കൊണ്ടുവന്നു. അതായത് 65 ഇയേഴ്സ് കൂടുതലുള്ള ആൾക്കാരെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് റിട്ടയർ ചെയ്യണം. മറ്റേത് മരിക്കുന്നതായിരുന്നു കണക്ക്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ചെയർമാനൊക്കെ ആയിരിക്കുന്ന ആൾക്കാർ, അത്രയും മേലെ നിൽക്കുന്ന ആൾക്കാർ, അവരൊരു 75 വയസ്സാകുമ്പം റിട്ടയർ ചെയ്യണം. അങ്ങനെ ഒരു റിട്ടയർമെൻറ്റ് പോളിസി കൊണ്ടുവന്നു. കൂടാതെ ടാറ്റ ബിസിനസ് എക്സലൻസ് മോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മോഡൽ ഈ രത്തൻ ടാറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ ഇൻറ്റൻഷൻ കറക്റ്റായിട്ട് തന്നെ ലീഡർഷിപ്പും അതുപോലെ തന്നെ എംപ്ലോയീസിനെയും സെഗ്രിഗേറ്റ് ചെയ്യുന്നതായിരുന്നു. അതായത് ലീഡേഴ്സ് എപ്പോഴും ജനങ്ങളിലേക്ക് വരിക, ജനങ്ങളെ മനസ്സിലാക്കുക, ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അവരെ എംപവർ ചെയ്യുക, ജനങ്ങളുടെ ഡിസയർ ആക്ഷൻ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് എന്ന് നോക്കുക, അതിനനുസരിച്ച് നമ്മുടെ സ്ഥാപനത്തെയും മൂവ് ചെയ്യിക്കുക. അങ്ങനെ ലീഡേഴ്സിന് കറക്റ്റായിട്ടുള്ള ഒരു ഡയറക്ഷൻ കൊടുക്കും. അതുപോലെ തന്നെ ഈ എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം, അതായത് വർക്ക് ഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും നിങ്ങൾ ഒരു ഇൻക്രിമെൻ്റൽ എബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. അതായത് എന്ത് പ്രൊഡക്ഷൻ ഉണ്ടായെങ്കിലും അത് ക്വാളിറ്റി ആയിരിക്കണം. നാളെ നിങ്ങളുടെ എഫിഷ്യൻസി, കാരണം വെച്ചാൽ നാളെ എന്ന് പറയുമ്പം ഇന്ന് വരെയുള്ള ഏറെ എക്സ്പീരിയൻസും അവർക്കുണ്ടല്ലോ. ആ എക്സ്പീരിയൻസ്, ആ ഒരു എഫിഷ്യൻസി എവരി ഡേ കൂട്ടുന്ന രീതിയിൽ വർക്ക് ഫോഴ്സ് വർക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ വർക്ക് ഫോഴ്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നല്ല ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റവും രത്തൻ ടാറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്തു.